മൊഡ്യൂൾ 1 പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് സെറ്റ് ഓപ്പറേഷൻസ്, അതേപോലെ ലോസ് ഓഫ് സെറ്റ് തിയറി, പിന്നെ കുറച്ച് പ്രൂഫ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സെക്ഷനാണ് സെറ്റ് ഓപ്പറേഷൻസ്. നമുക്കിവിടെ 3 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്: യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സിമെട്രിക് ഡിഫറൻസ്. അപ്പോൾ യൂണിയൻ എന്താണെന്ന് നോക്കും. യൂണിയൻ ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ A union B equal to set of all such that x belongs to A or x belongs to B. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. U equal to set of all 1 2 3 etc 10, A equal to 1 to 5, B equal to 3 to 7, C equal to 7 to 9. A യൂണിയൻ ബി നോക്കി നോക്കും. 1 to 7 വരെയാണ് വന്നിരിക്കുന്നത്. അതായത് എയിലുള്ള എലമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ എടുത്ത് എഴുതുക. ആദ്യം 1 to 5 വരെ നമ്മൾ എഴുതി, അതിനുശേഷം ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സ് നമ്മൾ എടുത്ത് എഴുതുക 3 to 7 വരെ. ഇതിൽ 3 4 5ഉം 3 4 5 രണ്ടിലും അതെന്തുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട്. കോമൺ ആയിട്ടുള്ളതിനെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും നമുക്ക് എ യൂണിയൻ ബിയിൽ എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ തവണ എഴുതിയാൽ മതി. അപ്പോൾ ബാക്കിയുള്ള 6 7 മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിക്കണ്ടൂ. സോ 1 to 7 വരെ എ യൂണിയൻ ബി വരും. അതായത് ആദ്യം 1 to 5 വരെ നമ്മൾ ഇതിലെഴുതി, എ എഴുതി, ബിയിൽ 3 4 5 കോമൺ ആയിട്ട് ഇതിലും വരുന്നുണ്ട്, അതുകൊണ്ട് ഒറ്റ തവണ മാത്രം എഴുതിയാൽ മതി. പിന്നെ 6 7 എടുത്ത് എഴുതി. അങ്ങനെ 1 to 7 വരെയുള്ള എലമെൻറ്റാണ് നമ്മുടെ എ യൂണിയൻ ബിയിൽ ഇൻക്ലൂഡ് ആവുന്നത്. അടുത്തത് ഇൻ്റർസെക്ഷൻ ഓഫ് എ ആൻഡ് ബി ആണ്. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത് എന്നാണ് ഇൻ്റർസെക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, എയും ബിയും തന്നിട്ടുണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി, ഇവിടെ കോമൺ ആയിട്ടുള്ളത് 3 4 5, ഇവിടെയും കോമൺ ആയിട്ടുള്ളത് 3 4 5. സോ 3 4 5 ആണ് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് സിമെട്രിക് ഡിഫറൻസ് ഓഫ് എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ഡെൽറ്റ ബി, ഈ ഡെൽറ്റ എന്ന് കാണുന്നതാണ് സിമെട്രിക് ഡിഫറൻസ് കേട്ടോ. ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി. ഇതിൽ നോക്കി നോക്കൂ, എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി നമ്മൾ മുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. യൂണിയൻ്റെ സെറ്റ് ബിൽഡർ നൊട്ടേഷനാണ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എ യൂണിയൻ ബി എന്ന് കൊടുക്കാം. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കി നോക്കാം കേട്ടോ. ഇതിലിതേ എ സിമെട്രിക് ഡിഫറൻസ്, എ സിമെട്രിക് ഡിഫറൻസ് ബി ഈക്വൽ ടു 1 2 6 7 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എ യൂണിയൻ ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ യൂണിയൻ ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 1 to 7 വരെ കിടക്കുന്നുണ്ട്. ഇനി എന്താ, എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഏതൊക്കെ ഉണ്ട്? 3 4 5 ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബിയിൽ പെടാത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ എ യൂണിയൻ ബിയിൽ ഉള്ളതും ഇതിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 6 7 ആണ്. അതുകൊണ്ട് അതാണ് എന്തിൽ വരിക? 1 2 6 7. അതാണ് നമ്മുടെ സിമെട്രിക് ഡിഫറൻസിൽ വരിക. എ സിമെട്രിക് ഡിഫറൻസ് ബി ഈക്വൽ ടു 1 2 6 7 അങ്ങനെ വരിക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എഴുതുകയും ചെയ്യാം, എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ പെടാത്തത് എ യൂണിയൻ ബിയിൽ ഉള്ളത്, അങ്ങനെയാണ് അർത്ഥം കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതണേ. അപ്പോൾ ഇതിൽ യൂണിയൻ ഇൻ്റർസെക്ഷനും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. സിമെട്രിക് ഡിഫറൻസ് ആയിരിക്കും കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുക. അത് ഈ ഒരു സെൻറ്റൻസ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും, വേറൊരു ഡൗട്ടും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും പ്രോബ്ലംസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക, സെറ്റ് ബിൽഡർ നൊട്ടേഷൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, കറക്റ്റായിട്ട് ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ലെറ്റ് എസ് കോമ ടി സബ്സെറ്റ് ഓഫ് യു, the set S and T are called disjoint or mutually disjoint when S intersection T equal to 5. ഈ രീതിക്കാണ് വരുന്നത്. അതായത് ഡിസ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താ, കോമൺ ആയിട്ടുള്ള ഒരു എലമെൻസും ആ രണ്ട് സെറ്റിലും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇതിലൊരു തിയറും ഇതിലൊരു പ്രൂഫും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ തിയറും നോക്കി നോക്കൂ. ഇഫ് എസ് കോമ ടി സബ്സെറ്റ് ഓഫ് യു, ദെൻ എസ് ആൻഡ് ടി ആർ ഡിസ്ജോയിൻറ്റ് ഇഫ് എസ് യൂണിയൻ ടി ഈക്വൽ ടു എസ് സിമെട്രിക് ഡിഫറൻസ് ടി. ഓക്കെ, അപ്പോൾ സിമെട്രിക് ഡിഫറൻസ് നല്ല രീതിക്ക് മനസ്സിലായാലാണ് ഈ ഒരു പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, എസും ടിയും ഡിസ്ജോയിൻ്റ് ആണ് എന്നുള്ള രീതിക്ക് നമ്മൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം എക്സ് നമ്മുടെ യുയിലുള്ളതാണ്. ഈ യു എന്ന് കാണുന്നത് യൂണിവേഴ്സൽ സെറ്റാണ് കേട്ടോ, യു. അപ്പോൾ എക്സ് യുയിലുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം
എക്സ് ബിലോങ്സ് ടു എസ് യൂണിയൻ ടി അതിലാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എസ് ഓർ എക്സ് ബിലോങ്സ് ടു ടി ഓർ ബോത്ത് അങ്ങനെ എഴുതാമല്ലോ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല എസ് യൂണിയൻ ടിയുടെ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ നോക്കി നോക്കും, അതിലിങ്ങനെ ഉണ്ടാവും. അതായത് എക്സ് ബിലോങ്സ് ടു എസ് ഓർ എക്സ് ബിലോങ്സ് ടു ടി, അതിൽ എയും ബിയും ആവുന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബട്ട് വിത്ത് എസ് ആൻഡ് ടി ഡിസ്ജോയിൻറ്റ് എക്സ് നോട്ട് ബിലോങ്സ് ടു എസ് ഇൻ്റർസെക്ഷൻ ടി. അതായത് എന്താ പറയുന്നത്, നമ്മൾ എസ്സും ടിയും ഡിസ്ജോയിൻ്റ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ, എസ്സും ടിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എസ്സും ടിയും ഡിസ്ജോയിൻ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു എലമെൻസും രണ്ട് സെറ്റിലും ഉണ്ടാവില്ല എന്നല്ലേ പറയണത്. കോമൺ ആയിട്ടുള്ള എലമെൻസിനെ കണ്ടുപിടിക്കാനാണ് എസ് ഇൻ്റർസെക്ഷൻ ടി നമ്മൾ ചെയ്യുക. അപ്പോൾ എലമെൻറ്റ്സ് ഉണ്ടാവില്ല എന്നാണ് പറയണത്, നോട്ട് ബിലോങ്സ് ടു. അപ്പോൾ എക്സ് നോട്ട് ബിലോങ്സ് ടു എസ് ഇൻ്റർസെക്ഷൻ ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് എന്ന് പറയണത്, നമ്മുടെ എക്സ് എന്ന് പറയണത് എന്താണ്? എസ് സിമെട്രിക് ഡിഫറൻസ് ടി അല്ലെങ്കിൽ എസ് ഡെൽറ്റ ടി. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ എക്സ് ബിലോങ്സ് ടു എസ് യൂണിയൻ ടി ആണെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ്, എക്സ് നോട്ട് ബിലോങ്സ് ടു എസ് ഇൻ്റർസെക്ഷൻ ടി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്താന്ന് പറയാൻ പറ്റും? എസ് ഡെൽറ്റ ടി അല്ലെങ്കിൽ എന്താ, എസ് സിമെട്രിക് ഡിഫറൻസ് ടി. ആ രീതിക്ക് നമുക്ക് പറയാം. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമ്മുടെ മുന്നത്തെ ആ ഒരു സെറ്റ് ബിൽഡർ നൊട്ടേഷൻ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക സെൻറ്റൻസ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ബിലോങ്സ് ടു എസ് യൂണിയൻ ടി ഇംപ്ലൈസ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എസ് ഡെൽറ്റ ടി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് യൂണിയൻ ടി സബ്സെറ്റ് ഓഫ് എസ് ഡെൽറ്റ ടി എന്ന് പറയാൻ പറ്റും. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത് നമുക്ക് വൈ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യണം. നേരത്തെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റാണ് ചൂസ് ചെയ്തത്. ആ എലമെൻറ്റ് എസ് യൂണിയൻ ടിയിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് എസ് ഡെൽറ്റ ടിയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. അതിനുശേഷം അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y belongs to S or y belongs to T എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അതായത് y belongs to S union T. ഇങ്ങനെയാണെങ്കിൽ എന്താണ്, y belongs to S delta T implies that y belongs to S union T. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് S union T സബ്സെറ്റ് ഓഫ് S delta T, പിന്നെ S delta T സബ്സെറ്റ് ഓഫ് എസ് യൂണിയൻ ടി. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഈക്വൽ സെറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്, എ സബ്സെറ്റ് ഓഫ് ബി അതേപോലെ ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും? എസ് ഡെൽറ്റ ടി ഈക്വൽ ടു എസ് യൂണിയൻ ടി എന്ന് കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ എ ഈക്വൽ ടു ബി കൊടുത്ത പോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നമ്മുടെ തിയറം പ്രൂഫായി. നമ്മുടെ തിയറം എന്താ സാറ്റിസ്ഫൈഡ് ആയി. നോക്കൂ, എസ് യൂണിയൻ ടി ഈക്വൽ ടു എസ് ഡെൽറ്റ ടി ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അടുത്തത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളതിനെ നൊട്ടേറ്റ് ചെയ്യുക. ഇതിനൊക്കെ നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്നാണ് പറയുക. അതിന് നമുക്ക് യു മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. യു എന്ന് പറയുന്നത് ക്യാപിറ്റൽ യു ആണ്. ഇതിൽ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ക്യാപിറ്റൽ യു ആണ്. അതായത് നമ്മുടെ എന്താ യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. 1 2 3 4 എക്സെട്ര 10 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എയും ബിയും സിയും ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻ്റ് ഒക്കെ കാണുക എങ്ങനെയാണ്? എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യു മൈനസ് എ, അതായത് ഈ ഒരു യുന്ന് നമ്മൾ എ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 5 വരെയുള്ള എലമെൻറ്റ്സ് കട്ടായി പോവും. ബാക്കി 6 to 10 വരെ നമുക്ക് കിട്ടും. അടുത്ത് ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിയിലുള്ള ഈ 3 എലമെൻറ്റ്സിനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 1 2 വരും, പിന്നെ 3 4 5 6 7 വരില്ല, കാരണം ഇതിലുണ്ട്. പിന്നെ നമ്മുടെ യു ഏതൊക്കെയാണ്? 8 9 10. അതേപോലെ തന്നെ സി കോംപ്ലിമെൻറ്റും യു മൈനസ് സി. അങ്ങനെയാണ് നമുക്ക് സി കോംപ്ലിമെൻറ്റ് കിട്ടുക കേട്ടോ. ഇങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് കണ്ടുപിടിക്കുക. അടുത്തത് റിലേറ്റീവ് കോംപ്ലിമെൻ്റ് ആണ്. എ കോമ ബി സബ്സെറ്റ് ഓഫ് യു. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. റിലേറ്റീവ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ഇൻ ബി ഡിനോട്ടഡ് ബൈ ബി മൈനസ് എ. അതായത് നമ്മൾ നേരത്തെ യു മൈനസ് എ അല്ലെങ്കിൽ യു മൈനസ് ബി അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ബി മൈനസ് എ അല്ലെങ്കിൽ എ മൈനസ് ബി ആ ഫോമിലാണ് വരിക. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ. ആ രീതിക്കാണ് വരുന്നത്. അതായത് ബിയിൽ ഉണ്ടാവണം എന്നാൽ എയിൽ ഉണ്ടാവരുത്, അങ്ങനെ. അപ്പോൾ ബി മൈനസ് എ വരുമ്പോൾ നോക്കി നോക്കൂ, ഇതാണ് നമ്മുടെ ബി വരുന്നത്. ഇത് ബി, അതേപോലെ ഇത് എ. അപ്പോൾ ഇതിലുണ്ടാവണം, ഇതിലുണ്ടാവരുത്. അപ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സാണ് വരുന്നത്? 6ഉം 7ഉം ആണ് നമുക്ക് അങ്ങനെ വരുന്നത്. അത് എഴുതി വയ്ക്കാം.
അതേപോലെ എ മൈനസ് ബി നോക്കി നോക്കൂ. നമ്മുടെ എയിൽ ബിലോങ് ചെയ്യണം, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. എയിലുള്ള ഏതൊക്കെ എലിമെൻസാണ് ഉള്ളത് 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബിയിലാണെങ്കിൽ 3 4 5 6 7 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉള്ളത് ഈ രണ്ടെണ്ണം, ഇതിലില്ലാത്തത് ഏതൊക്കെയാണ് 1 2 ആണ്. അപ്പോൾ നമുക്ക് 1 2 ആണ് വരിക. അതേപോലെ എ മൈനസ് സി ചെയ്യുക, സി മൈനസ് എ ചെയ്യുക. ഇത് രണ്ടും ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എ മൈനസ് എ പറയുന്നത് 5 ആണ്. നിങ്ങളൊന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. എ മൈനസ് എ 5 ആണ് നിങ്ങൾക്ക് കിട്ടുക, നൾ സെറ്റാണ് നിങ്ങൾക്ക് കിട്ടുക. അടുത്ത യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ഈക്വൽ ടു എ കോംപ്ലിമെൻ്റ് ആയിരിക്കും കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക, കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് റിലേറ്റീവ് കോംപ്ലിമെൻ്റ് ആണ്, നേരത്തെ നമ്മൾ പഠിച്ചത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ്, അതിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയും. നമുക്ക് തന്നിട്ടുള്ള രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് നമ്മൾ റിലേറ്റീവ് കോംപ്ലിമെൻറ്റ് എന്നാണ് പറയുക. അതാണ് ബി മൈനസ് എ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ബിയിൽ ഉണ്ടായിരിക്കണം, എയിൽ ഉണ്ടാവരുത്, അങ്ങനെ ഒരു രീതിയാണ് വരുന്നത് കേട്ടോ. അടുത്ത ലോസ് ഓഫ് സെറ്റ് തിയറിയാണ്. ഇപ്പോൾ ഒരുപാട് ലോ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ്, പിന്നെ ഡി മോർഗൻസ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഐഡംപൊട്ടൻറ്റ് ലോ, അങ്ങനെ ഒരുപാട് ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. അതിന് നമ്മൾ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റ് എന്നാണ് പറയുക. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അതിന് നമ്മൾ ഓൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഓൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? യൂന്ന് മൈനസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? എ എന്ന് നമുക്ക് കിട്ടും. അതാണ് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്ത് നോക്കൂ. ഇപ്പോൾ എ ഈക്വൽ ടു 1 2 3 4 5. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 to 10 വരെയുള്ള എലമെൻറ്റ്. അപ്പോൾ അതിന് എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അടുത്തത് ഡി മോർഗൻസ് ലോ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് പഠിക്കാനുണ്ട്. അപ്പോൾ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഓൾ കോംപ്ലിമെൻറ്റ് വരുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എ കോംപ്ലിമെൻറ്റ് യൂണിയന് കോംപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ അത് ഇൻ്റർസെക്ഷൻ ആവും. ദെൻ ബി കോംപ്ലിമെൻറ്റ്. ഇതേപോലെ ഇൻ്റർസെക്ഷൻ ഡി, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. നമ്മൾ തിരിച്ചിടുന്നു എന്നുള്ളത് മാത്രം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. പിന്നെ അടുത്തത് അസോസിയേറ്റീവ് ലോ ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അതായത് ഈ ബ്രാക്കറ്റ് മാറ്റി ഇടുക എന്നുള്ളൊരു രീതി മാത്രമേ വരുള്ളൂ. അതായത് എ ഇൻ്റർസെക്ഷൻ പിന്നെ ബി ഇൻ്റർസെക്ഷൻ സി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി പിന്നെ ഇൻ്റർസെക്ഷൻ സി കൊടുത്തു. പിന്നെ അതിൽ എ യൂണിയൻ ബി യൂണിയൻ സി, അതിൽ എ യൂണിയൻ ബി പിന്നെ യൂണിയൻ സി. അങ്ങനെയാണ് അസോസിയേറ്റീവ് ലോ വരുന്നത്. പിന്നെ അടുത്ത ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയാണ് വരുന്നത്. അതായത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. പിന്നെ അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ പിന്നെ എ ഇൻ്റർസെക്ഷൻ സി, അങ്ങനെ വരും. പിന്നെ അടുത്തതാണ് ഐഡംപൊട്ടൻറ്റ് ലോ. അതായത് എ യൂണിയൻ എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ എ എന്ന് പറയുന്നത് 1 2 3 4 5 വരെ എടുത്തു. യു എന്ന് പറയുന്നത് 1 to 10 വരെ തന്നെയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എ യൂണിയൻ എ ഒന്ന് ചെയ്ത് നോക്കൂ. എ തന്നെയാണോ കിട്ടുന്നത്? എ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെയാണോ കിട്ടുക എന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ കേട്ടോ. അടുത്തത് ഐഡൻറ്റിറ്റി ലോ. എ യൂണിയൻ 5 ഈക്വൽ ടു എ, പിന്നെ എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു എ. ഇതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ലോ എന്ന് പറയുക. പിന്നെ അടുത്ത് ഇൻവേഴ്സ് ലോ ആണ്. എ യൂണിയൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്, പിന്നെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 5. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കൂ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. പിന്നെ അതെ എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് എ ഇൻ്റർസെക്ഷൻ 5 ഈക്വൽ ടു 5. ഇതിന് നമ്മൾ ഡൊമിനേഷൻ ലോ എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് യുവും ഇതിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് 5 ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഡൊമിനേഷൻ ലോ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. പിന്നെ അടുത്താണ് അബ്സോർപ്ഷൻ ലോ. എ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈക്വൽ ടു എ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ സെയിം എക്സാമ്പിൾ എടുത്താൽ മതി. അതായത് യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു 1 to 10 വരെ കൊടുക്കുക. എ എന്ന് പറയുന്നത് 1 to 5 വരെ കൊടുക്കുക.
അങ്ങനെ കൊടുത്തിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ബി എന്ന് പറയുന്നത് 3, 4, 5, 6, 7 വരെ കൊടുത്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യൂ കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ് ഡി മോർഗൻസ് ലോയുടെ പ്രൂഫ്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ 2 ലോ ഏതാണെന്ന് എഴുതി വയ്ക്കാം. ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് ഒന്നാമത്തെ ലോ. ഇനി രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ 2 ലോ എഴുതി വയ്ക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി വെക്കണം എക്സാമിന് ചോദിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റത്തെ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നുള്ള ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ യൂണിയൻ ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദെയർ കോംപ്ലിമെൻറ്റ്സ്. ഇങ്ങനെയാണ് കൊടുക്കുക. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ദ യൂണിയൻ ഓഫ് ദെയർ കോംപ്ലിമെൻറ്റ്സ്. നമ്മളാ എഴുതിയിരിക്കുന്ന ലോയെ കറക്റ്റായിട്ട് നമ്മുടെ ലാംഗ്വേജിലോട്ട് ഡിഫൈൻ ചെയ്താൽ മതി, സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇനി അതിൻ്റെ പ്രൂഫ്, 2 ലോയുടെ പ്രൂഫ് നമ്മൾ എഴുതി വെക്കണം. എന്നാൽ മാത്രമേ 3 മാർക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെറ്റ് എക്സ് ബിലോങ്സ് ടു യു. യു എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ്. സോ ലെറ്റ് എക്സ് ബിലോങ്സ് ടു യു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ലോ ആണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ആദ്യം ചൂസ് ചെയ്തു. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്, അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ആ എലമെൻറ്റ് എന്തിലുണ്ടായിരിക്കില്ല? എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കോംപ്ലിമെൻറ്റിൻ്റെ ഡെഫിനേഷൻ പ്രകാരം അങ്ങനെയാണല്ലോ. അതായത് എ കോംപ്ലിമെൻറ്റിലുണ്ടെങ്കിൽ അത് എയിൽ ഉണ്ടായിരിക്കില്ല എന്നല്ലേ പറയാം. സോ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ആ എലമെൻറ്റ് എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കില്ല. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി. അതായത് എ യൂണിയൻ ബിയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? എക്സ് ഈസ് നൈദർ ഇൻ എ നോർ ഇൻ ബി. അതായത് എയിലും ഉണ്ടായിരിക്കില്ല എലമെൻറ്റ്, ബിയിലും ഉണ്ടായിരിക്കില്ല. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് എയിലില്ലെങ്കിൽ എവിടെ ഉണ്ടായിരിക്കും? എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ ബിയിലില്ല ആ ഒരു എലമെൻറ്റ് എക്സ് എങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? ബി കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. സോ നമുക്ക് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് ഏത് രീതിക്ക് എഴുതാൻ പറ്റും? എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോയുടെ ഒരു സെക്ഷൻ കിട്ടി. അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ എഴുതി വെച്ചു. ഇങ്ങനെ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പ്രൂവ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൂവ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ നോക്കാം. നോക്കൂ, കൺവേഴ്സ്ലി എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചൂസ് ചെയ്താണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയാൻ പറ്റും. കറക്റ്റ് അല്ലേ? ഇതിനെ നമ്മൾ മാറ്റി എഴുതിയതാണ് ഇങ്ങനെ. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ആ എലമെൻ്റ് എവിടെ ഉണ്ടായിരിക്കില്ല? എക്സ് എയിൽ ഉണ്ടായിരിക്കില്ല. അതേപോലെ ബി കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ആ എലമെൻറ്റ് ബിയിൽ ഉണ്ടായിരിക്കില്ല. സോ നമുക്കിവിടെ നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതുകൊണ്ട് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കില്ല? എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കില്ല. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കും? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. സോ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പ്രൂവ് ചെയ്ത് കിട്ടി? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി.
ഈ രണ്ട് ഇക്വേഷനും വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ലോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഏത് ഈക്വൽ സെറ്റ്സ് ആണെന്നൊക്കെ പറയുന്നല്ലോ, അത് നമുക്ക് എന്തായിരുന്നു എ കോംപ്ലിമെൻ്റ് അല്ല, എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ലോ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ലോ നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ലോ ഏതായിരുന്നു, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള സെക്ഷൻ എടുത്തു, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എടുത്തു. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റാണ് എക്സ് എങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയിലെ എലമെൻറ്റ് ഉണ്ടായിരിക്കില്ല. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, എയിലും ഉണ്ടായിരിക്കില്ല എലമെൻറ്റ്, അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കില്ല. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഓർ എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ്, അതായത് എയിൽ ഇല്ലാത്തൊരു എലമെൻ്റ് ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും, ബിയിൽ ഇല്ലാത്തൊരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ബി കോംപ്ലിമെൻറ്റിൽ ഉണ്ടായിരിക്കും. സോ നമ്മൾ ആ രീതിക്ക് എഴുതി വെച്ചു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു സെക്ഷൻ നമ്മൾ പ്രൂവ് ചെയ്തു, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനാണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കാൻ പോവുകയാണ്. കൺവേഴ്സ്ലി എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്താണ്, എക്സ് ബിലോങ്സ് ടു എ കോംപ്ലിമെൻറ്റ് ഓർ എക്സ് ബിലോങ്സ് ടു ബി കോംപ്ലിമെൻറ്റ്. അതായത് എ കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ എയിൽ ഉണ്ടായിരിക്കില്ല, ബി കോംപ്ലിമെൻറ്റിലുള്ള ഒരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കില്ല. സോ നോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഓർ എക്സ് നോട്ട് ബിലോങ്സ് ടു ബി എന്ന് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തൊരു എലമെൻ്റ് ആണ് എക്സ് എങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റിൽ എലമെൻറ്റ് ഉണ്ടായിരിക്കും. സോ എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് കേട്ടോ, എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് സബ്സെറ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നോക്കി നോക്കൂ, ഇത് നമ്മൾ എ സബ്സെറ്റ് ഓഫ് ബി അതേപോലെ ബി സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതുന്ന പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തിയറം പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് ലോ ഏതാണെന്ന് എഴുതണം. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഫസ്റ്റ് ലോ എഴുതുക, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, അതിൻ്റെ താഴെ അതിൻ്റെ പ്രൂഫ് കൊടുക്കുക. രണ്ടാമത്തെ ലോ ആണ് ഇപ്പോൾ പറഞ്ഞത്, എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ലോ എഴുതി വയ്ക്കുക. അതിന് താഴെ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൂഫ് എഴുതി വയ്ക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ 3 മാർക്ക് ഫുള്ളായിട്ട് കിട്ടുള്ളൂ. 2 ലോയും ചെയ്യണം, 1 മാത്രം ചെയ്താൽ 3 മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ലോസ് ഒക്കെ വരുന്നത്. ഈ ഒരു ലോ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കുന്ന വെൻ ഡയഗ്രാം ആണ്. വെൻ ഡയഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്യുക. അപ്പോൾ യൂസ്ഡ് ടു ഡിനോട്ട് സെറ്റ്സ് ബൈ ജോമെട്രിക് ഫിഗേഴ്സ്. ദ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് സെറ്റ്സ്. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ് റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള സെറ്റ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സർക്കിൾ വെച്ചിട്ടാണ്. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. യൂണിവേഴ്സൽ സെറ്റ് ഈസ് ജനറലി റെപ്രസെൻറ്റഡ് ബൈ എ റെക്റ്റാങ്കിൾ ആൻഡ് അതർ സെറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സർക്കിൾസ് ഇൻസൈഡ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഇനി നമുക്ക് ഓരോരോ എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ യൂണിയനാണ് നമ്മൾ നോക്കുന്നത്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിൾ കാണുന്ന യൂണിവേഴ്സൽ സെറ്റാണ്. അതിനുള്ളിലാണ് നമ്മൾ 2 ബാക്കിയുള്ള സെറ്റ്സ് കൊടുക്കുന്നത്. എയും ബിയും ആണ് ഈ കാണുന്നത്. ഇത് എ, ഇത് ബി. അപ്പോൾ 2 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എ യൂണിയൻ ബിയുടെ നമ്മുടെ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. നമ്മളൊരു എക്സാമ്പിളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എ ഈക്വൽ ടു 1 2, അതുപോലെ ബി ഈക്വൽ ടു 3 4 എന്നാണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു 1 2 3 4 എന്ന് വരും. സോ രണ്ടിലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് ഇൻ്റർസെക്ഷൻ ആണ് വരുന്നത്.
എ ഇൻ്റർസെക്ഷൻ ബി. ഇത് എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ്, ഇത് ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ്. അതിൻ്റെ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ നോക്കി നോക്കൂ. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. അതെന്താണ്? എയിലുള്ള എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, എയിലും ബിയിലും ഉള്ള എലമെൻ്റ് ആയിരിക്കും നമ്മുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്ന അടുക്ക് മാത്രം നമുക്ക് ആ രീതിക്ക് കൊടുക്കാൻ പറ്റും. എയിലും ബിയിലും ഉള്ള കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് അതിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. അതായത് എ ഈക്വൽ ടു 1 2 3 4, ബിയിൽ ഈക്വൽ ടു 4 5 6, ഇങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക. സോ നമുക്ക് എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ മാത്രം നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. അടുത്തത് ഡിഫറൻസ്, അതായത് എ മൈനസ് ബി. അതായത് എയിലുണ്ട് ബിയിലില്ല എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്ത് പറയാൻ പറ്റും, നമുക്ക് ഈ രീതിക്കാണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുക. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ആ എക്സാമ്പിൾ നോക്കി നോക്കും. അതായത് എ ഈക്വൽ ടു 1 2 3 4 5 എന്ന് കൊടുക്കുക, ബി ഈക്വൽ ടു 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ, എയിലുള്ളത് ബിയിലില്ലാത്തത് എന്നാണ് പറയണത്. അപ്പോൾ എയിലുള്ളത് 1 2 മാത്രമാണ്, ബിയിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ ബിയിലുണ്ട്, 3 4 5 വരെ ബിയിലുണ്ട്. സോ നമുക്ക് 1 2 ആണ് എ മൈനസ് ബി കൊടുക്കാം. അതാണ് ഡിഫറൻസ് വരിക. സോ എ മാത്രം നമ്മൾ എന്ത് ചെയ്തു, കളർ ചെയ്തു. എയിലുണ്ട് ബിയിലില്ല എന്നുള്ളൊരു അർത്ഥമാണ് എ മൈനസ് ബി കൊണ്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് സിമെട്രിക് ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ സിമെട്രിക് ഡിഫറൻസ് പഠിച്ചിരുന്നു. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, എ ഡെൽറ്റ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി ആൻഡ് എക്സ് നോട്ട് ബിലോങ്സ് ടു എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടില്ല എലമെൻറ്റ്, പക്ഷേ എ യൂണിയൻ ബിയിൽ ഉണ്ടാവാൻ വേണം. അങ്ങനെയാണെങ്കിൽ എന്താ, നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഈ നടുക്കിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള രണ്ട് സൈഡ് നമ്മൾ കളർ ചെയ്ത് കൊടുത്തു. അടുത്തത് എ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ ആണ്. അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിൾ ഇതാണ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും, ബാക്കിയുള്ള സെക്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളുടെ ബാക്കിയുള്ള സെക്ഷനാണ് വരിക, സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരില്ല. ഇനി ഒരു നോട്ട് നോക്കി നോക്കൂ. എ യൂണിയൻ ബി ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇങ്ങനെ കാണുന്നത് കാർഡിനാലിറ്റിയാണ്, അതായത് നമ്പർ ഓഫ് അല്ലെങ്കിൽ സൈസ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. ഇങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താ പറയുക നോട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. പിന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ ഈ നോട്ടും കൂടെ നിങ്ങൾ നോക്കി വെച്ചോളൂ. അതായത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കൂടെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഏതെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാം കേട്ടോ.